ആ എവിടെ പോവാടാ? ഞങ്ങൾ ടൂർ പോകുന്നു. ടൂറോ? നീ ഒറ്റയ്ക്കേ ഉള്ളൂ? അല്ല പാപ്പ, അവളും പിള്ളേരും ഉണ്ട്. എന്നാ നജീബെ ബാപ്പയും കൂടെ വരട്ടടാ ടൂറിന്. എന്നെയും കൂടെ കൊണ്ടുപോടാ. എൻ്റെ പൊന്നു പാപ്പ, ബാപ്പായ്ക്ക് വയസ്സാം കാലത്തൂടെ ഖുർആൻ ഓതിയിരുന്നാൽ പോരെ. ഞങ്ങൾ ആരോഗ്യമുള്ളവർ പോട്ടെ. കുന്നും മലയൊക്കെ ബാപ്പായ്ക്ക് അതൊന്നും കയറാൻ പറ്റത്തില്ല. ഇതൊക്കെ ആരോഗ്യമുള്ള സമയത്ത് പോയാൽ പോരെ. ഞങ്ങൾ പോട്ടെ. എടാ ഇർഫാനെ, ഷാമിലേ, എടാ ഫോൺ അവിടെ വെച്ചിട്ട് ഇങ്ങോട്ട് വന്നേ രണ്ടും. എടാ ഈ ബാഗൊക്കെ കൊണ്ട് വണ്ടി വെച്ചേ. വാപ്പി ഒന്ന് സഹായിച്ചേ. ചെല്ല് ചെല്ല്. ആ ഇതുവരെ റെഡി ആയില്ലയോ? ഇത്ര നേരമായി. ഞാൻ ആ ബാഗെല്ലാം കൊണ്ട് വെച്ചിട്ട് നീതിരായിട്ടങ്ങ് എത്താറായില്ലയോ? ഇത്ര ദൂരം പോണല്ലേ ഇക്ക, ഞാൻ നല്ലതായിട്ടൊന്ന് ഒരുങ്ങിക്കോട്ടെ. അവിടെ എന്താ വാപ്പിയും മോനോട് ഒരു സംസാരം കേട്ടെ? ബാപ്പ വരുന്നും പറഞ്ഞു, ടൂറിന് വരുന്നും പറഞ്ഞു. പുള്ളിക്ക് ആരോഗ്യമൊന്നുമില്ല, ഖുറാനൊക്കെ വായിച്ചോട്ടിരിക്കാൻ പറഞ്ഞു. ബാപ്പ വരുന്നുണ്ടെങ്കിൽ ഞാൻ വരുന്നില്ല, ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. ബാപ്പ വരുന്നില്ല, നീ കേട്ടോ? എങ്ങനെയുണ്ട് ഇക്ക? ആ കൊള്ളാം, ബാ പെട്ടെന്ന് വാ. പോകാം. ആ ബാ. എന്തൊക്കെ ആലോചിക്കുന്നേ? ഓ ചുമ്മാ അങ്ങനെ നിന്നാ രജീഷേ. അല്ല, അവരൊക്കെ എങ്ങോട്ട് പോയത്? അവർ ടൂറിന് പോയതാ. ഇക്കയെ കൊണ്ടുപോയില്ലേ? ഓ അവരൊക്കെ ചെറുപ്പക്കാരില്ലേ, അവർ പോയിട്ട് വരട്ടെ. അല്ലിക്ക വണ്ടിക്കകത്ത് സ്ഥലം കാണുമായിരുന്നല്ലോ. നമുക്കൊക്കെ ആരോഗ്യം പോയില്ലയോ രജീഷേ. അവർ പോയി കറങ്ങിട്ട് വരട്ടെ. ഇക്കടെ ആവുന്ന കാലത്ത് ടൂർ പോയിട്ടുണ്ടോ? അന്ന് ടൂറൊന്നും പോക്കല്ല രജീഷേ, അന്നെല്ലാം സിനിമയ്ക്ക് പോക്കാം. സിനിമയ്ക്ക് പോകാനുള്ള പൈസയൊക്കെ സ്വരുക്കൂട്ടി വെച്ച് വരുമ്പോൾ മക്കൾക്കൊക്കെ 100 കൂട്ടം ആവശ്യങ്ങളാണ്. പുസ്തകം വേണം, ബുക്ക് വേണം, പെൻസിൽ വേണം, യൂണിഫോം വേണം. അവരുടെ എല്ലാം കാര്യങ്ങളൊക്കെ സാധിച്ചു കൊടുത്ത് പഠിപ്പിച്ച് വലുതായി ഉദ്യോഗമൊക്കെ കിട്ടി എല്ലാം ആയിക്കഴിഞ്ഞപ്പം ഇപ്പോൾ ഉമ്മായേയും വേണ്ട, ബാപ്പായും വേണ്ട. അവർ പോയിട്ട് വരട്ടെ. അത് ചെറുപ്പക്കാരില്ലേ, നമുക്കൊക്കെ ഇനി എത്ര നാളാണ് കുടിയിലോട്ട് കാലും നീട്ടിയിരിക്കുക. അവർ പോട്ടെ. ആ രജീഷോടെ പോയിട്ട് വരുക. വണ്ടി എന്ത് ചെയ്യും? ഓ വണ്ടിയുടെ ആയിരുന്നു പറയണ്ട. വരുന്ന വഴിക്ക് വണ്ടി പഞ്ചറായി. ഞാൻ അവനെ കടലോട്ട് കയറ്റി വെച്ചിട്ടേ വിശപ്പ്, നല്ല വിശപ്പ്. ചോറ് വെച്ചിട്ട് വരട്ടെ. ശരിയേക്കാ. ആ ഒരു വിഷയം ഉണ്ട്. എന്ത് പറ്റി? നമ്മുടെ നജീവൊക്കെ പോയ വണ്ടി ആക്സിഡന്റ് ആയി. എന്റെ പടച്ചോനെ, എന്തായി കേൾക്കുന്നത്? ബസ്സും കാറും തമ്മിൽ കൂട്ടിയിടിച്ച അപകടം ഉണ്ടായി. എന്നിട്ട് എന്റെ മക്കൾക്ക് എന്തെങ്കിലും പറ്റിയോ? നജീവിന് നട്ടെന്നാ പരിക്കെന്ന് അറിഞ്ഞത്. അവന് ഐസിയുലാണ്. എന്റെ പോലെ ഞങ്ങൾക്ക് ആശുപത്രിയിലോട്ട് പോവാണ്. എന്നെ കൂടെ കൊണ്ടു. എന്റെ പോലെ ഒന്ന് കാണണം. ഇക്ക വയ്യാത്തതല്ലേ, ഇത്ര ദൂരം വരണ്ട. ഞങ്ങളൊക്കെ ഇല്ലേ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് വിളിക്കാം. ഓക്കെ ശരി ഇക്ക. ആ ഉമ്മി. ആ വാപ്പ വിളിച്ചിട്ടുണ്ടായിരുന്നോ? ഇല്ല, 3-4 മാസമായില്ലേ. ഇനി ശരിയാവുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഈ 4 മാസം കൊണ്ട് ഞാൻ കിടന്ന് കഷ്ടപ്പെടുവല്ലേ. ഓ ഇയാൾ എണീറ്റ് നടക്കുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. എൻ്റെ ജീവിതം ഇങ്ങനെ കളയാൻ പറ്റില്ല. ഞാൻ കുട്ടികളെയും കൂട്ടി വീട്ടിലേക്ക് വരുക. വാപ്പി അങ്ങനെ തന്നെ പറഞ്ഞു. ആ അവനെന്തേ? ആ പോയേക്ക്. അല്ല മോളെ, മോളിൽ എവിടെ പോവാം? ഞാൻ എൻ്റെ വീട്ടിൽ പോവാ. അല്ല മോളെ, അവനിങ്ങനെ കിടക്കുമ്പോഴേ നീ വീട്ടിൽ പോകുന്നത് ശരിയാണോ? 3-4 മാസമായിട്ട് ഞാൻ അയാളെ നോക്കുമല്ലേ. അയാൾ ഇനി എണീറ്റ് നടക്കുന്നൊന്നും എനിക്കൊരു പ്രതീക്ഷയില്ല. ഞാൻ എൻ്റെ വീട്ടിൽ പോവാ. വാപ്പ വിളിച്ചു പറഞ്ഞു അങ്ങ് ചെല്ലാൻ. മോളെ, അവനാവുന്ന കാലത്തെ ഗൾഫിൽ പോയി പൈസ ഉണ്ടാക്കി നിന്നെയും കുഞ്ഞുങ്ങളെ പൊന്നുപോലെ നോക്കിയതാ. ഇപ്പം അവനൊരു വയ്യായ്മ വന്നപ്പോഴേ നീ അവനെ ഇട്ടച്ച് പോകുന്നത് ശരിയാണോ? നീ ആലോചിച്ച് നോക്ക്. ആണോ? അത് ആയ കാലത്തല്ലേ. അന്ന് നോക്കിയതിനെ കുറിച്ചൊന്നും ഇപ്പൊ പറയേണ്ട കാര്യമില്ല. എനിക്ക് അയാളെ നോക്കാനൊന്നും പറ്റില്ല.
വാപ്പയ്ക്ക് അത്ര നിർബന്ധമാണെങ്കിൽ അയാളെ നോക്കാൻ ആരെങ്കിലും വിളിക്ക്. എനിക്ക് പറ്റില്ല, ഞാൻ പോവാം. മോനെ, അവൾ മക്കളെ എല്ലാം കൂട്ടി അവളുടെ വീട്ടിൽ പോയി. ഇനി അവൾ വരത്തില്ല. സാരമില്ല മോനെ, ബാപ്പ നോക്കിക്കോളാം. ബാപ്പായ്ക്ക് അതിനുള്ള ആരോഗ്യവും ആയുസ്സും തരാൻ മോൻ പടച്ചവനോട് പ്രാർത്ഥിച്ചാൽ മതി. ബാപ്പ എന്നോട് ക്ഷമിക്കണം. ബാപ്പ ടൂറിന് വരട്ടെ എന്ന് ചോദിച്ചപ്പം ഞാൻ ബാപ്പയെ ഒത്തിരി അപമാനിച്ചു. പക്ഷേ ഈ ആരോഗ്യമൊക്കെ പോകാൻ അധിക സമയം വേണ്ടെന്ന് എൻ്റെ അനുഭവത്തിലൂടെ എനിക്ക് മനസ്സിലായി. ബാപ്പ എന്നോട് പൊറുക്കണം. പഠിച്ചവനെ ഓർത്ത് എന്നോട് പൊറുക്കണം. മോനെ, ബാപ്പായ്ക്ക് മോനോട് ഒരു പിണക്കവും ഇല്ല. മോൻ്റെ അസുഖം എത്രയും പെട്ടെന്ന് ഭേദമാകണം. അതിനെയും എവിടെ പോയി ചികിത്സിച്ചാലും എന്തൊക്കെ വിൽക്കേണ്ടി വന്നാലും ബാപ്പ മരിക്കുന്നതിന് മുമ്പേ മോൻ നടന്ന് കാണണം. അത് ബാപ്പയുടെ വലിയൊരു ആഗ്രഹം.